വചനമൊഴി ഒക്ടോബർ 16. വചനഭാഗം റോമ 14:10-13, മത്തായിയുടെ സുവിശേഷം 25:1-13. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. സ്വർഗരാജ്യം വിളക്കുകളെടുത്ത് മണവാളന്റെ എതിരേൽപ്പിന് പുറപ്പെട്ട 10 കന്യകമാർക്ക് സദൃശ്യം. അവരിൽ 5 പേർ വിവേകശൂന്യരും 5 പേർ ബുദ്ധിമതികളുമായിരുന്നു. വിവേകശൂന്യർ അവരുടെ വിളക്കുകൾ എടുത്തപ്പോൾ കൂടെ എണ്ണയെടുത്തിരുന്നില്ല. ബുദ്ധിമതികളാകട്ടെ വിളക്കുകളോടൊപ്പം പാത്രങ്ങളിൽ എണ്ണയും എടുത്തിരുന്നു. മണവാളൻ വരാൻ വൈകിയപ്പോൾ നിദ്രാഭാരത്താൽ എല്ലാവരും കിടന്നുറങ്ങി. അർദ്ധരാത്രിയിൽ ആർപ്പുവിളിയുണ്ടായി, ഇതാ മണവാളൻ, അവന്റെ എതിരേൽപ്പിന് പുറത്തു വരുവിൻ. ആ കന്യകമാരെല്ലാം ഉണർന്ന് അവരുടെ വിളക്കുകൾ ഒരുക്കി. വിവേകശൂന്യർ ബുദ്ധിമതികളോട് പറഞ്ഞു, ഞങ്ങളുടെ വിളക്കുകൾ അണഞ്ഞു പോകുന്നതിനാൽ നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരിക. ബുദ്ധിമതികൾ മറുപടി പറഞ്ഞു, ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയാകാതെ വരുമെന്നതിനാൽ നിങ്ങൾ വിൽപ്പനക്കാരുടെ അടുത്തുപോയി വാങ്ങിക്കൊള്ളുവിൻ. അവർ വാങ്ങാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടൊത്ത് വിവാഹ വിരുന്നിന് അകത്ത് പ്രവേശിച്ചു. വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. പിന്നീട് മറ്റു കന്യകമാർ വന്ന്, കർത്താവേ, കർത്താവേ, ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്നപേക്ഷിച്ചു. അവൻ പ്രതിവചിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുകയില്ല. അതിനാൽ ജാഗരൂകരായിരിക്കുവിൻ. ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല. ഈശോയിൽ സ്നേഹമുള്ളവരെ, സ്വർഗരാജ്യ പ്രവേശനത്തിനായി സ്വർഗോന്മുഖമായി ജീവിതം നയിക്കുന്ന നമുക്ക് 10 കന്യകളുടെ ഉപമ വളരെ കൃത്യമായി സ്വർഗരാജ്യത്തിലേക്ക് എപ്രകാരം പ്രവേശിക്കണമെന്ന് പഠിപ്പിക്കുന്നതാണ്. ജാഗ്രതയോടെ കാത്തിരിക്കുക. സമയമോ കാലമോ നിങ്ങൾക്കറിയത്തില്ല. ഏതു നിമിഷവും മിശിഹായെ സ്വീകരിക്കുവാൻ തയ്യാറാകുന്ന വിധത്തിൽ ജീവിതമാകുന്ന വിളക്കുകൾ വിശുദ്ധ പ്രവർത്തികളിലൂടെ, സത്കൃത്യങ്ങളിലൂടെ ജീവിതമാകുന്ന വിളക്കുകൾ തെളിയിച്ചു നിർത്തുവാൻ സത്കൃത്യങ്ങളും പരസ്നേഹ പ്രവൃത്തികളുമായ എണ്ണ നിറച്ച് വിശുദ്ധിയോടെ കാത്തു നിൽക്കുവാൻ മിശിഹ വരുമ്പോൾ അവിടുത്തോടുകൂടി സ്വർഗരാജ്യത്തെ പ്രവേശനത്തിന് യോഗ്യരായിരിക്കുവാൻ നമുക്ക് സാധിക്കണം. അപ്രകാരം തൻ്റെ സത്പ്രവൃത്തികളിലൂടെ, തൻ്റെ അനുദിന ജീവിതത്തിലൂടെ മിശിഹായെ സ്വീകരിക്കുവാൻ തന്നെ ഒരുക്കുകയും അനേകം ജനതകളെ അവിടേക്ക് നയിക്കുകയും ചെയ്ത വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ്റെ തിരുനാൾ ദിവസമാണ് നാം ഇന്ന് ആചരിക്കുന്നത്. കുഞ്ഞച്ചൻ്റെ മാതൃകയും മധ്യസ്ഥതയും സ്വീകരിച്ചുകൊണ്ട് സ്വർഗരാജ്യ പ്രവേശനത്തിന് യോഗ്യമായ വിധം ഇഹലോക ജീവിതം നയിക്കുവാനും വരും ലോകത്തിലേക്ക് പ്രത്യാശയോടെ നോക്കി പാർത്തിരിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.